ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്ക ഇലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ സീസണൊക്കെ തീരാനായില്ല ചക്കയുടെ. അപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, സിമ്പിളാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 500 ഗ്രാം അളവിൽ ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ പോക്കിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. എന്നിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് മിക്സി ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. വല്ലാതെ ഫൈനായിട്ട് അരക്കേണ്ട കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അധികം ആകേണ്ട ആവശ്യമില്ല കേട്ടോ. 1/2 കപ്പ് തന്നെ മതിയാകെ. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാറില്ലേ, അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാനേ. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അഥവാ വല്ലാതെ ടൈറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇനി കുറച്ച് വാഴയില കഷ്ണങ്ങൾ വേണം കേട്ടോ. ഇതേമാതിരിയുള്ള വാഴയില കഷ്ണങ്ങൾ എടുക്കാം. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ തടവാം. അതിൻ്റെ മുകളിലേക്ക് ഓരോ ഉരുളയും വെച്ച് കൊടുത്ത് മുകളിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എത്ര നൈസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ സ്പൂണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇത് പരത്തിയെടുക്കാം. അരികിലേക്ക് ആകേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് 2 വശവും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അടുത്തതും നമുക്ക് ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതേമാതിരത്തെ പ്രഷർ ഇല്ലെങ്കിൽ കൈവച്ച് നന്നായിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ആക്കിയ ശേഷം നന്നായിട്ട് പരത്തി എടുക്കാവുന്നതാണ്. അതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രഷറിൽ ചെയ്തിരിക്കുന്നത്. അതേമാതിരി നമ്മൾ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ഇതേമാതിരി കുറുകിയിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റുമ്പോൾ അത് എന്താ പറയുക, പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാതും ഞാൻ ഇതേമാതിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എല്ലാതും ഇതേമാതിരി വെച്ച് കൊടുക്കാം. ഒന്നാകെ അട്ടിക്ക് വെച്ച് കൊടുക്കാതെ പല സ്ഥലങ്ങളിലായിട്ട് ഇതേമാതിരി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി കയറുന്നതാണ്. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞു. ആവിയൊക്കെ നന്നായിട്ട് പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെയാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കയ്യിൽ നമ്മൾ വെച്ച് പിടിക്കുമ്പോൾ തന്നെ ഇത് മുറിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.